വരാം. അങ്ങനെ ഇവരുടെ മൗത്ത് സൈസ് ആയിട്ടുള്ള ഫീഡ് അതിൻ്റെതായ കറക്റ്റ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായിട്ട് ഇവരെ മാർക്കറ്റബിൾ സൈസ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ലൈഫ് ഫീഡ് കൊടുക്കുമ്പോഴും നമ്മൾ മറ്റേത് പ്രൊഡക്റ്റ് കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫീഡ് കൊടുത്തുകൊണ്ടെന്ന് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തൊരു ഫീഡിലോട്ട് പോകരുത്. മീൻസ് ഇപ്പം എങ്ങനെ ആർട്ടിമി എഗ്ഗാണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്, ഹാക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് കരുതുക, ഒറ്റ സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത മൂന്നിലോട്ട് ഷിഫ്റ്റ് ആവരുത്. എപ്പോഴും എല്ലാ കുട്ടികളും യുണീക്ക് സൈസ് ആയിട്ട് വരില്ല. അപ്പൊ ചില കുട്ടികളെല്ലാം വളരെ ചെറുത് തന്നെയായിരിക്കും, ചിലത് വലുതാ വരുന്നതായിരിക്കും. കൂടുതൽ ഫീഡ് എടുക്കുന്ന കുട്ടികൾ എന്തെങ്കിലും സൈസ് ഉണ്ടായിരിക്കും, കുറച്ച് സൈസ് കുറവുള്ള കുട്ടികൾ വരും. അപ്പൊ നമ്മൾ അടുത്ത് സ്വിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് മൊയിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാച്ച് മാത്രമേ, അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് സൈസ് ആയിട്ടുള്ള മീനുകൾക്ക് മാത്രമേ മൊയിനെ കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേതെല്ലാം ചെറിയ സൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്വിച്ച് കൂടി കൊടുത്ത് അവരെന്ത് ചെയ്യുക, അടുത്ത ഫീഡിലോട്ട് എത്തിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യരുത്, കുറച്ച് ദിവസം കൂടെ സ്വിച്ച് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൺവേർട്ട് ഫുള്ളായിട്ട് മൊയിനിലോട്ട് വരാം. മൊയിനിയിൽ നിന്ന് സ്വിച്ചിലോട്ട് വരുമ്പോഴും, മൊയിനിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രോസണോ പെലക്കിലോട്ട് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഫീഡ് കൂടി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് വളരെയധികം ബെറ്റർ ആയിരിക്കും. ഇവരെ നമ്മൾ മാറ്റിയിട്ട്, അതായത് ഒരു പരിധിവരെ കുഞ്ഞുങ്ങളിൽ പാരന്റിൽ നിന്ന് മാറ്റിയിട്ട ശേഷം മെയിലോ ഫീമെയിലോ തിരിച്ചറിയാറാവുമ്പോൾ വീണ്ടും നമ്മൾ മാറ്റിയിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരുടെ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുള്ളൂ.